ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വിർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ തേങ്ങാവെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്ന വിർജിൻ കോക്കനട്ട് ഓയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൺ ആക്കാനായിട്ട് മറക്കരുത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇടത്തരം വലിപ്പമുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരുപാട് വലുതല്ല, ഇടത്തരം വലിപ്പമുള്ള 2 തേങ്ങ നന്നായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറേശ്ശെയായിട്ടിട്ട് നന്നായിട്ട് തേങ്ങാപ്പാൽ കട്ടിക്ക് പിഴിഞ്ഞെടുക്കണം. അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം. അപ്പോൾ ഏകദേശം ഈ ഒരു 2 തേങ്ങയ്ക്ക് ഞാനൊരു 3 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട്. 2 തേങ്ങയ്ക്ക്, ഒരു തേങ്ങയ്ക്ക് 1.5 കപ്പ് എന്നുള്ളൊരു കണക്കിന് 2 തേങ്ങയ്ക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നന്നായിട്ട് അരച്ച ഈ എടുത്തിട്ടുള്ള ഈ തേങ്ങ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പാല് മുഴുവനും നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ആകപ്പാട് നമ്മളിതിൻ്റെ 1-ാം പാല് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അധികം വെള്ളം ഒഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതിപ്പം 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് തെളിയിച്ചെടുത്തിട്ട് മുകളിൽ നിന്ന് പാട എടുത്ത് മാറ്റിയെടുത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് വേഗം തന്നെ ചെയ്യുന്ന റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ മുഴുവനും പിഴിഞ്ഞെടുത്തു. ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ അങ്ങനെ തന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തു. നമുക്കിതിനെ ഇതുപോലെ തുടരെ ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ അങ്ങനെ പെട്ടെന്ന് വറ്റി എണ്ണയായി വരുന്നത് അങ്ങനെ മിനിറ്റുകൾ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. കുറച്ചൊരു ക്ഷമയോടെ നന്നായിട്ട് അതിനൊന്ന് ഇളക്കി കൊടുത്ത്, കൈയെടുക്കാതെ ഇളക്കണമെന്നില്ല, എന്നാലും തുടരെ ഇളക്കി കൊടുത്ത് കുറച്ചൊരു ക്ഷമയോടെ തന്നെ ചെയ്തെടുക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതിപ്പോൾ പുറത്ത് ഒരുപാട് പല ബ്രാൻഡിലും തേങ്ങാവെന്ത വെളിച്ചെണ്ണ, വിർജിൻ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്യുവർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ട കുറച്ചൊരു എണ്ണയൊക്കെ നമുക്കിതുപോലെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. നമ്മൾ അധികവും തലമുടിക്ക് വേണ്ടിയിട്ടും സ്കിൻ കെയറിന് വേണ്ടിയിട്ടൊക്കെയാണ് തേങ്ങാവെന്ത വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മളുടെ ബ്ലഡിലെ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ചിട്ട് ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നതിന് ഈ ഒരു തേങ്ങാവെന്ത വെളിച്ചെണ്ണ 1 ടീസ്പൂൺ വീതമൊക്കെ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തുടരെ ഇൻഫെക്ഷൻസും അസുഖങ്ങളും ഈ ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഒക്കെയുള്ള ചെറിയ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ദിവസവും 1 ടീസ്പൂൺ തേങ്ങാവെന്ത വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഒലീവ് ഓയിലിനൊക്കെ പകരമായിട്ട് സലാഡ് ഡ്രസ്സിങ്ങിനും ഒക്കെ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആ പാലിങ്ങനെ വറ്റി ഇതിനകത്ത് ഇങ്ങനെ ചെറിയ തരികൾ വരുന്ന പോലൊരു പാകം എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മളുടെ എണ്ണ തെളിഞ്ഞിങ്ങനെ സെപ്പറേറ്റായി വരാൻ തുടങ്ങുന്നത്. പക്ഷെ നമ്മളുടെ എണ്ണ ശരിയായ രീതിയിലായിട്ടില്ല. അത് ഇനിയും കുറച്ച് സമയം കൂടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതിലങ്ങനെ എണ്ണ അധികം കാണുന്നില്ലല്ലോ, അങ്ങനെ തോന്നും. പക്ഷേ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ കുപ്പിയിൽ അങ്ങ് നിറച്ചെടുക്കാനും മാത്രമുള്ള എണ്ണയൊന്നും നമുക്ക് കിട്ടില്ല. എന്നാലും അത്യാവശ്യം ഒരു 4-5 തേങ്ങയൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു 350-400 ഗ്രാമോളം മില്ലിയോളം എണ്ണ നമുക്ക് കിട്ടും. ഈ ഒരു ഗോൾഡൻ കളറായിട്ട് അതിൻ്റെ ഒരു കൊത്ത് സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലും നമ്മളുടെ എണ്ണ റെഡിയായിട്ട് വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പാകം എത്തുമ്പോൾ അതിനങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കരുത്. വീണ്ടും അതിനെ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെയും നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം. അതിൻ്റെ ഒരു പാകമെന്ന് പറയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഈ ഒരു കൊത്ത് പൊടിച്ച് നോക്കുമ്പോൾ അത് പൊടിഞ്ഞ് വരുന്ന ഒരു പാകം, അതായത് കൈ ഇങ്ങനെ വിരൽ കൊണ്ട് നമ്മൾ പൊടിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഒരു പാകത്തിലെത്തുന്നതാണ് കറക്റ്റായിട്ട് നമ്മളുടെ എണ്ണ എന്നുള്ളത് അത് പാകപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇത് കുറച്ചും കൂടെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു പാകത്തിൽ ഇത് കിട്ടും. ഏകദേശം ഒരു 1 മണിക്കൂറോളം നമുക്കിതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും, എണ്ണ ഇങ്ങനെ സൈഡിൽ കൂടെ തെളിഞ്ഞു വരുന്നത്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയെക്കാളും കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക്. അതായത് ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി പോലെ, ഒരുപാട് കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു
മണൽ പാകം എന്ന് പറയുന്ന ഒരു പാകം എത്തി. കുറച്ചൊരു ചൂടോടെ തന്നെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചൂട് ശരിക്കും ആറട്ടെ എന്ന് കരുതി വെക്കുമ്പോൾ ഈ കൊത്ത് കൂടുതലായിട്ട് എണ്ണ വലിച്ചങ്ങ് എടുക്കും. പിന്നെ നമ്മൾ എത്ര പിഴിഞ്ഞെടുത്താലും കുറേയൊക്കെ അതിൽ നിന്ന് നമുക്ക് മുഴുവനായിട്ടും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് തണുക്കാൻ വെക്കാതെ കുറച്ചൊരു ചൂടോടെ തന്നെ അരിച്ചെടുക്കുക. പിന്നെ ഈ കൊത്തെന്ന് പറയുന്നത് കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്കിത് ദേഹത്തൊക്കെ പുരട്ടാനും ഒക്കെ ആയിട്ട് അങ്ങ് ഉപയോഗിക്കാം. കളയേണ്ട ആവശ്യമില്ല, കാരണം ഇത്രയും നല്ല പ്യുവറായിട്ടുള്ള സാധനമാണല്ലോ. ഈ ഒരു പാകത്തിലെത്തുമ്പോൾ നമ്മളിതുപോലെ ഓയിലിനെ ഒരു ബൗളിലേക്ക് ആക്കി. അപ്പോൾ അതിൽ ചെറിയ ഒരു അതിൻ്റെ കൊത്തിൻ്റെ അംശം കാണാം. അപ്പോൾ അത് ഒറിജിനലായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്കൊരു തുണി കൊണ്ട് ഒന്നുകൂടെ ഒന്ന് അരിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.